നമ്മൾ ചിക്കൻ ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. തലശ്ശേരി ദം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ ഇടുന്നു. അടുത്ത ഉള്ളി ഇട്ടു. ഉള്ളി നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യണേ. അടുത്ത് തക്കാളി ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, പുതിന കുറച്ച് മതി, തൈര് കുറച്ച് മതി. നല്ല ചൂടായതുകൊണ്ട് ഒരു രക്ഷയില്ലാതെ നിൽക്കുകയാണ്. തൈര് മതി. 3 നാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഒരു 3 നാരങ്ങ. ബിരിയാണി എന്ന് പറയുമ്പോൾ എപ്പോഴും തലശ്ശേരി ബിരിയാണി നമ്മൾ ദമ്മിലിട്ടിട്ട്. നമുക്കിനി കുറച്ച് ഉപ്പിടാം. ജസ്റ്റ് ഒന്ന് ഇളക്കാം. മസാല ഇട്ടിട്ടില്ല. ഇനി നമുക്ക് മസാല ഇടാമേ. ഗരം മസാല മതി. പെപ്പർ എരിവിനനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നോട്ടെ. നമ്മൾ വേറെ ഒരു സാധനം ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നില്ല. ഈ 3 സാധനം മാത്രമാണ് മസാല ആയിട്ട് ഇടുന്നത്. നമുക്കിതൊന്നും കൂടെ ഒന്ന് ഇളക്കാം. ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കരുത്. ഒന്ന് ഉപ്പ് നോക്കണം. ഒന്ന് ഇളക്കി നല്ല മിക്സ് ആക്കിയിട്ട് ഉപ്പ് നോക്കണം. നമുക്ക് നമ്മൾ ഈ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടാണ്. അതിനകത്ത് കുറച്ച് നമ്മൾ ദമ്മിടാൻ നേരത്തിടാൻ വേണ്ടി മാറ്റി വെക്കാം. ഓക്കെ, ഒന്ന് മിക്സ് ആക്കണം. ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ കറക്റ്റാണ്. നമ്മളിത് മസാല സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മളത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ബിരിയാണി ചെന്ന് നേരെ കഴിഞ്ഞാൽ ഇത് ശരിക്കും നമ്മൾ ഈ മസാല ഇട്ടിട്ട് നമ്മൾ 2 മണിക്കൂറിന് ശേഷമാണ് അടുപ്പിലൊക്കെ മസാല ശരിക്കും പിടിക്കണം. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കിയുള്ളത് നമുക്ക് കാണാം. ചോറുണ്ടാക്കുന്നൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അടുപ്പിലേക്ക് വെച്ചു. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്യാം. നമുക്ക് RKG ആണ് ഫ്ലേവർ. പിന്നെ മിൽമയും നല്ല ഫ്ലേവർ. അതാണ് മിൽമേൻ്റെത് നല്ല ഫ്ലേവർ. പകുതി ബിരിയാണിക്കും പകുതി നമുക്ക് കഴിക്കാനുള്ളതാണ്. ഭയങ്കര അപാര ചൂടാട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഗൾഫ് നമ്മൾ വിചാരിക്കുന്ന ഗൾഫല്ല. നല്ല ചൂടും കിച്ചണിലൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ അത്രയും ചൂടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വെച്ച് കഴിക്കുന്നത്. നിങ്ങൾ എൻ്റെ രൂപമൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഈ രൂപത്തിലായിട്ടുണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കേണ്ട അവസ്ഥ. അപ്പം ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ വലിയ ബിൽഡിങ് കണ്ടിട്ട് വലിയ വണ്ടികൾ കണ്ടിട്ടൊന്നും നിങ്ങൾ വരാൻ നിൽക്കണ്ട. ഈ വരുന്ന വണ്ടികളുടെയൊക്കെ ഏതെങ്കിലും ഗ്ലാസ് താത്തിട്ടെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഇല്ല, എന്തുകൊണ്ടാ അത്രയും ചൂടാണ് പുറത്ത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാനെന്നാൽ പിന്നെ നാട്ടിൽ കയറി എന്ന് പറയുന്നത് പറ്റുമായിരുന്നു. നമ്മൾ ഇവിടെയായിട്ടൊക്കെ മിങ്കിളായി. ഇനി നമ്മളിവിടെ തന്നെ, നമ്മുടെ അവസാനം വരെ ഇവിടെ തന്നെ. അൽമുന്തിരി ഒരു 3:45 നിർത്തിയേക്കാം. അതിൻ്റെ കഴിഞ്ഞ് പണ്ടാറടങ്ങി പോവും. ഈ നെയ്യ് നമുക്ക് ചോറിടാൻ വേണ്ടി മാറ്റാം. ഇത് വേറെ. നമുക്കിനി നമ്മൾ എടുക്കുന്ന റൈസ് ബർദമാൻ്റെ റൈസാണ്. നമ്മുടെ മാമുക്കായ അന്ന് പരസ്യത്തിൽ വന്നതിന് ശേഷം നമ്മൾ ബർദമാൻ ഉപയോഗിച്ചു. ഇത് 1 കിലോ ഉള്ളു. ഞങ്ങൾ ശരിക്ക് 3 പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. 1 കിലോ ധാരാളമാണ്. 1 കിലോ ഉള്ളൂ. നമുക്ക് ആദ്യം അളക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രം എടുത്തത്.
ഇത് ശരിക്ക് അപ്പം നമുക്കിത് ഫുള്ളില്ല. നമ്മൾക്കപ്പം ഇതിൻ്റെ ഒരു കുറച്ച് വെള്ളം എടുത്താൽ മതിയാവും. അപ്പം ഇത് അളവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാത്രം എടുത്തേക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ചേരം കുതിർത്ത് നോക്കാം. കുറച്ചേരം മതി. ജീരകശാല ആയതുകൊണ്ട് തന്നെ ഒത്തിരി സമയം നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത്. നമ്മൾ ബിരിയാണി കഞ്ഞി കുടിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഗ്ലാസ് നമ്മൾ എടുത്തു എന്നുള്ള കൺസിഡറേഷനിൽ നമുക്ക് ചൂടാക്കാം. അടുപ്പിലേക്ക് വെക്കാൻ പോകും. മസാല ഇട്ട് വെച്ചിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. ഞാൻ വേറെ കേസ് ഉണ്ടായിരുന്നു. ഞാൻ ആ ഉള്ളി ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിൽ ഞാൻ ആ ബിരിയാണി മസാലേൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കാൻ പറ്റുക. ഈ മസാല ആകുമ്പോഴത്തേക്ക് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള പരിപാടി അരി ഇടുക. കണ്ടപ്പോൾ നമ്മൾ നേരത്തെ ഈ കാഷ്യൂ ഒക്കെ ഇതാക്കിയ ഗീ നമ്മളതിലേക്ക് ഇട്ടു. നമ്മളൊന്നും വേസ്റ്റ് ആയി കളയണ്ടല്ലോ. പിന്നെ കുറച്ച് നമുക്ക് മുകളിൽ ദമ്മിടാൻ വേണ്ടി മാറ്റാം. എന്നിട്ട് നമ്മൾ കുറച്ച് കറുകപ്പട്ട ഇട്ടു. നല്ല ഫ്ലേവർ ഇട്ടു. ഗ്രാമ്പൂ ഏലയ്ക്ക് ഒന്ന് മതി. നമ്മുടെ ഇല എന്തിൻ്റെ ഇലയാണെന്ന് മനസ്സിലായില്ല. ബിരിയാണിക്ക് എല്ലാവരും ഇടുന്നതാണ്. ഞാൻ ഇടുന്നുണ്ട്. നമ്മൾ കഴുകി നേരത്തെ വെച്ചാണ്. ഇത് നമ്മൾ വറക്കും. അതാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിൻ്റെ ഏറ്റവും സ്പെഷ്യൽ. വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ്. വറക്കുമ്പോൾ ഒരു മണം വരാൻ അങ്ങനെ കറിവേപ്പില ഇടയില്ല. പക്ഷെ കറിവേപ്പിൻ്റെ ഫ്ലേവർ അറിയില്ലാണ്. വറക്കുമ്പോൾ ഒരു മണം വരുന്നുണ്ട്. ക്യാമറാമാനും എനിക്ക് മാത്രമേ മണം കിട്ടുന്നുള്ളൂ. നമുക്ക് മസാലേൻ്റെ അവസ്ഥ നോക്കാമേ. അതൊക്കെ അതൊന്ന് കിടപ്പുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം. നമുക്ക് വല്ലാണ്ട് ഇളക്കണ്ട. മണം വരുന്നുണ്ടേ, മണം വരുന്നുണ്ടേ. ഒരു അരി പൊട്ടുന്ന പോലത്തെ സൗണ്ട് മീൻസ് അത് വറവ് ഏകദേശം ആയി എന്നുള്ളതാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാമേ. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ അളന്ന് വെച്ച വെള്ളമാണ്. അളന്ന് വെച്ച വെള്ളം നമുക്ക് ഒന്ന് ഇളക്കണം. നാരങ്ങ വേണം. നാരങ്ങ ഇത് എന്തായാലും ഇത് അടിക്ക് പിടിക്കുമൊന്നുമില്ല. എന്നാലും നമ്മളൊരു ഇതിന് എല്ലാവരും ഈ അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഈ നാരങ്ങ പിഴിയുക. പക്ഷെ നമ്മളിത് അടിക്ക് പിടിക്കൂല. അല്ല, അടിക്ക് പിടിക്കാനും ഒട്ടി പിടിക്കാതിരിക്കാൻ. സോറി. ഒരു നാരങ്ങ എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് നടക്കുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞാൽ ആ ചോറായിട്ടുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് വരാം. നോക്കാം. മോനെ അരി സെറ്റ് ചെയ്തിട്ട് മസാലയും നമ്മൾ സെറ്റ് ചെയ്ത് ഓഫ് ചെയ്തു. ഇനി നമുക്ക് അരി ഇതിലേക്ക് നമ്മുടെ മസാലയിലേക്ക് അരി നമ്മൾ മാറി നോക്കാം. ഓക്കെ, സ്മെല്ല. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് നമ്മുടെ ഉള്ളി ഫ്രൈ ചെയ്തത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഗീ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുകളിൽ. ഇത് നമ്മൾ അരിയിലിട്ട് ഗീ കുറവായിരുന്നു. ഇനി നമ്മൾ ഈ സാധനം ഓക്കെ നമ്മൾ അടയ്ക്കാണ്. നമ്മളാണ് വെച്ചു. നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച്. എൻ്റെ പുക ഉണ്ട് അല്ലേ, ബിരിയാണി ഉണ്ടാക്കിയിട്ട് പുക ഉണ്ട്. വെയിറ്റും വെച്ചു. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ ഒരു മണം വരാണ്ട്. എൻ്റെ സാറേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മളുടെ ബിരിയാണി, തലശ്ശേരി ബിരിയാണി തുറക്കാണ് ഗായ്സ്. മോനെ, തലശ്ശേരി തലശ്ശേരി തലശ്ശേരി. എന്താണ്
சொன்னவன் ബിരിയാണി ഉണ്ട് അടിപൊളി പൊളപ്പം സാധനം അല്ലേ